മതികലയെ വിഡ്ഢിയാക്കി രവിയുടെ അഭിനയം തുടരുന്നു. സോറി പന്നെ, രവിയേട്ടന് എന്ത് ചെയ്യാൻ പറ്റും? ആ കടക്കാരൻ നിങ്ങളുടെ മോന്ത കിട്ടുന്ന ഞാൻ തരും. ഈ കുട്ടിക്ക് ഭർത്താവ് വാഴത്തില്ല. സീതയ്ക്കൊപ്പം താമസിച്ചാൽ ഭർത്താവിന് മരണം സംഭവിക്കുമെന്ന് ജ്യോത്സ്യൻ. നീ നിന്റെ വീട്ടിൽ നിൽക്കുന്നു, ബാലൻ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ വരുമ്പോ ചിലപ്പോ ഈ ദോഷം ഇല്ലാതായി പോവും. അങ്ങനെയാ ജ്യോത്സ്യര് പറഞ്ഞ്. അമ്മേ, ബാലനെ വിട്ടുള്ള ജീവിതം സീതയ്ക്ക് സഹിക്കാനാവുന്നില്ല. എന്നെ എന്നാടി മോളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? കൊണ്ടുപോവാം, ഉടൻ തന്നെ അമ്മയെ കൊണ്ടുപോവാം. ഞാനിപ്പോ വേറൊരു കാര്യം കൂടി ജലജയുടെ മാനസിക നിലയിൽ മാറ്റമുണ്ടാകുന്നു. മയിലിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ശിവയെ മനസ്സുജനും പിച്ചളയും പിന്തുടരുന്നു. എവിടെ പോയണ്ട? അവർ രക്ഷപ്പെടാൻ വഴിയില്ല. ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയോ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. ബായ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? വഴിയുണ്ട് ബായ്. മയിലെ ഫോൺ തന്നെ. ബായ്, ഇതാവൻ. ഇറങ്ങണ താഴെ. ഇറങ്ങാനാ പറഞ്ഞേ. മനസ്സിലായി, നീ പോ. നിന്നോട് ഞാൻ ഇറങ്ങാനാ പറഞ്ഞത്. മനസ്സിലായി, നീ പോടാ. പിടിച്ചിറക്ക് ബായ് അവനെ. പോടാ. മനസ്സിലായി, നീ പോ. ഇറങ്ങണം. ഇടിക്ക് ബായ് അവനെ. മയിലിന്റെ ശബ്ദമല്ലേ അത്? എന്താ പറ്റിയേ? അറിയില്ല. മയിലെ എന്തു പറ്റി? ഒന്നുമില്ലേ? അവരെവിടെ? മനസ്സിലുണ്ട്. അവരെവിടെ? മയിലമ്മേ, കുഴപ്പമില്ല ഉണ്ടോ? ഒന്നും ഇല്ലണ്ടേ. അവനെവിടെ? അവൻ എപ്പോഴേ രക്ഷപ്പെട്ടു. വിരൽ തുമ്പത്തൊന്ന് കിട്ടിയതായിരുന്നു. സാരമില്ല ബായ്, ഇനി അവസരം വരും. അണ്ണ ഞാൻ കാരണം. കുഴപ്പമില്ല. ഇന്നലെ പറ്റിയോ? ഇല്ല, ഒന്നുമില്ല. എണീക്ക്. മാഡം, ഞാനെത്തി. മാഡം എത്തിയോ? ആ, ഞാനിതാ വരുന്നു. അയ്യോ, എന്തു പറ്റി ശിവ? മയിലും മനസ്സിനും പിച്ചളയും മൂന്നും കൂടെ എന്നെ ആക്രമിച്ചു. നിനക്ക് ഒന്നിനെങ്കിലും തീർക്കാൻ പാടില്ലായിരുന്നു ശിവ. അവർ മൂന്നുപേരും കൂടെ വരുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ മാഡം? അവരെന്നെ വിടാതെ പിന്തുടരുകയായിരുന്നു. ആ മയിലാണ് ആദ്യം തുടങ്ങി വെച്ചത്. എന്നിട്ട് മനസ്സിനെയും പിച്ചളയും വിളിച്ചു വരുത്തി. ഒരു കാര്യം ചെയ്, നീ അത് കയ്യിലെ മുറിവ് ഡ്രസ് ചെയ്. ആ സിസ്റ്റർ, കാഷ്വാലിറ്റി എവിടെയാ? നേരെ പോയി റൈറ്റിലേക്ക്. എന്താ, ആക്സിഡന്റ് ആണോ? അതെ, നീ ചെല്ല്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഒരു ആക്സിഡന്റ്, കൈക്ക് മുറിവുണ്ട്. എവിടെ? ഇത് ആക്സിഡന്റ് അല്ലല്ലോ, എന്തോ വെട്ടുകൊണ്ടതുപോലെ ഉണ്ടല്ലോ. അത് വീട്ടിൽ വെച്ച് പെട്ടെന്ന് കല്ലി തട്ടി വീണതാ. കല്ലിലോ? ഏയ്, ഇത് കത്തി കൊണ്ടുണ്ടായതാണോ? വേറെ പോലീസ് കേസൊന്നും ആവത്തില്ലല്ലോ. ഒന്നും ആവത്തില്ല ഡോക്ടർ.
ഒരു പോലീസ് കേസും ഇല്ല. ഞാനേ ഡിവൈഎസ്പി ജയസേനന്റെ പെങ്ങളുടെ മോളാ. അതുകൊണ്ട് നിയമപരമായ ഒരു പ്രശ്നവും ഡോക്ടർക്ക് ഉണ്ടാവില്ല. ഡോക്ടർ ഈ മുറിവൊന്ന് ഡ്രസ് ചെയ്ത് TT എടുത്ത് വിട്ടാ മതി. യെസ് ഡോക്ടർ. സിസ്റ്റർ TT കൊടുക്കൂ. വരൂ. വേണ്ട ബായ്, ഞാൻ കൊടുത്തോളാം. ദാ. ഇവിടോട്ട് തന്നെ ആയിരിക്കോ ബായ് അവൻ വന്നത്? നമുക്ക് നോക്കാം. ഏതായാലും മുറിവേറ്റതുകൊണ്ട് അവൻ ആശുപത്രി വരാതിരിക്കില്ല. ഇവിടെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഇത് തന്നെ. വന്നാലും ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കണോ ബായ്? സീൻ കോൺട്രേ പോവേ പറഞ്ഞേക്കാം. എന്തായാലും ശരി, അവനെ അങ്ങനെ വിടാൻ പറ്റത്തില്ല. ഇനി അവനെ വീഴ്ത്തിയേ പറ്റുള്ളൂ ഭായി. അതും ഓക്കെ. നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഇറങ്ങി വരുമ്പോ പൊക്കിയ പോരെ? പിച്ചളയ്ക്ക് അവനെ അറിയാഞ്ഞിട്ടാ. മുറിവും വെച്ച് കെട്ടി അവൻ പുറകിലൂടെ രക്ഷപ്പെടും. നമ്മൾ മനസ്സിൽ കാണുമ്പോ മാനത്ത് കാണുന്നവനാ ഈ ശിവ. പിന്നെ കയറി നോക്കാൻ ബായ്. ആ വാ. സിസ്റ്ററെ, എന്താ? അതെ, ഈ കൈക്ക് മുറിവേറ്റ ഒരാളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. ആ, ഒരാളെ ഇപ്പൊ കൊണ്ടുവന്നല്ലോ. ഒരു ആക്സിഡന്റ്. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ സിസ്റ്റർ? കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. അയാളുടെ വൈഫാണെന്ന് തോന്നുന്നത്. കയ്യിൽ മുറിവേറ്റ് വരുന്ന വഴിക്ക് അവൻ കല്യാണം കഴിച്ചോ? പിച്ചളെ, ഇതവളായിരിക്കും. ആ മതികല. അവൻ വരുന്ന വഴിക്ക് അവളെ വിളിച്ചു വരുത്തി കാണും സഹായത്തിന്. അത് ശരി. അപ്പൊ 2 പന്നികൾക്കും കൂടി ഇവിടെ ഇട്ട് പണി കൊടുക്കാം. നമുക്ക് നോക്കാം പിച്ചളെ, വാ. ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. ഇത് ചെയ്ത് തീരണ്ടേ മാഡം? അതല്പം വേഗമാക്കാനാ പറഞ്ഞത്. എടാ ശിവ, നമുക്ക് വേഗം പോണം. അവന്മാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഏത് നിമിഷം അവന്മാർ ഇവിടെ വരാം. മാഡം പുറത്തിറങ്ങി നോക്ക്. മനസ്സിന്റെ കാര്യം എനിക്കറിയാം. അവൻ വിടത്തില്ല. അവൻ എന്റെ പുറകെ തന്നെ കാണും. ഞാൻ നോക്കിക്കൊള്ളാം. സിസ്റ്ററെ, ക്യാഷ് എവിടെ പേ ചെയ്യേണ്ടത്? മാഡം, മരുന്നുകളും വാങ്ങാനുണ്ട്. ആണോ? ദേ, അവിടെയാ ഫാർമസി. അതിനടുത്ത് തന്നെ ക്യാഷും. ഓക്കെ, ശരി. ഒന്ന് പ്ലീസ് വേഗം ആയിക്കോട്ടെ. ആ ശരി. ബായ്, അവൻ കാഷ്വാലിറ്റിയിലോ ഡ്രസ്സിംഗ് റൂമിലോ കാണും. നമുക്കൊരല്പം മാറി നിൽക്കാം. പുറത്തിറങ്ങിയാൽ ഉടൻ പൊക്കണം. വാ. വാ പോവാം. ആ മാഡം. മാഡം, ഞാനിതൊന്ന് കെട്ടിക്കോട്ടെ? മതി. ഇതെന്താ അണീ ചുരുക്കലാണോ? ദാ ക്യാഷ് ഒക്കെ അടച്ചിട്ടുണ്ട്. ശിവ വാ, എനിക്ക് അവന്മാർ എത്തിയിട്ടുണ്ട്. നിന്നെ കാണരുത്. ഞാൻ നിന്നെ കാറിൽ എവിടെയെങ്കിലും കൊണ്ടുവിടാം. ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. രാത്രി എപ്പോഴെങ്കിലും വന്ന് എടുത്താൽ മതി. വാ. ഇതിലേ വാ. വാ. ആരാ? ആരാന്ന്? ഒന്നുമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കടാ. വാ. ബായ്, എവിടെയും കാണുന്നില്ലല്ലോ. ഇല്ല പിച്ചളെ, വാ നോക്കാം. കൈക്ക് മുടിഞ്ഞ വേദന. സ്റ്റിച്ചിട്ടപ്പ് കുത്തിവെച്ച മരുന്നിന്റെ മരവിപ്പ് മാറി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് കരുതി ദൈവത്തോട് നന്ദി പറയും. മനസ്സുജന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലേ നിന്നെ ഇപ്പം പോസ്റ്റ്മോർട്ടം ടേബിളിലിട്ട് വെട്ടി കീറിയന്. രണ്ടും കൽപ്പിച്ചവൻ കണ്ടില്ലേ എന്നെ തെരഞ്ഞ ആശുപത്രി വരെ എത്തിയത്. മുറിവേറ്റ കടുവയും 10 കടിയേറ്റ പാമ്പും മസ്തകം വ്രണപ്പെട്ട ആനയും അങ്ങനെ പക പറഞ്ഞു തീർക്കില്ല, പണിത് തീർക്കും. എന്നെ അവൻ കൊല്ലുക തന്നെ ചെയ്യും, അതെനിക്കുറപ്പാ.
ഒരുത്തൻ നമ്മളെ കൊല്ലുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലും. ചത്തുകൊടുക്കുക എന്നുള്ള ചടങ്ങ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതൊക്കെ പഴയ തിയറി. ഇപ്പൊ നേരെ തിരിച്ചാ. നമ്മളെ കൊല്ലണോ വേണ്ടയോന്ന് ആർക്കും തീരുമാനിക്കാം. പക്ഷേ ചാകണോ വേണ്ടയോന്ന് നമ്മൾ തീരുമാനിക്കും. ഞാനിവിടെ വിളിച്ചാൽ അവൻ തേടിപ്പിടിക്കും, അതുറപ്പാ. അവൻ തേടി പിടിക്കാത്ത ഇടം വേണം. അതെവിടെ മാഡം? ശിവ, നീ രാമായണം വായിച്ചിട്ടില്ലേ? ഓ, വായിച്ചിട്ടൊന്നുമില്ല. കുറച്ച് കഥയൊക്കെ അറിയാം. രാമരാവണ യുദ്ധമല്ലേ? രാമരാവണ യുദ്ധം മാത്രമല്ല രാമായണം. വേറെ പലരുടെയും കഥകളും ഉപകഥകളും അതിലുണ്ട്. ഞാനും ഇതൊന്നും വായിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കേട്ട ചില കഥകള് മനസ്സിലുണ്ട്. അതിലൊന്ന് ബാലി സുഗ്രീവന്മാരുടെ കഥയാ. ബാലി കൊല്ലുമെന്ന് ഭയന്ന് സുഗ്രീവൻ ഒളിച്ചിരുന്നത് എവിടെയാണെന്നറിയാമോ? ബാലി കേറാ മലയിൽ. അവിടെ ബാലി എത്തില്ല. കാരണം മലയിൽ കാല് ചവിട്ടിക്കഴിഞ്ഞ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും. അതുപോലൊരു ഷെൽട്ടർ നീയും കണ്ടെത്തണം. മനസ്സിജന് കടന്നു വരാനോ കൈ നീട്ടി തൊടാനോ പറ്റാത്ത ഒരിടം. മനസ്സിലായോ? മനസ്സിലായി മാഡം. പിന്നെ ബാലിയെ സുഗ്രീവൻ വീഴ്ത്തിയതുപോലെ തന്നെ മനസ്സിജനെയും നീ വീഴ്ത്തണം. ഒളിയമ്പ്. അവനെ വീഴ്ത്താതെ ലോകത്തിന്റെ ഒരു കോണിലും എനിക്ക് സ്വസ്ഥമായി കഴിയാൻ പറ്റത്തില്ല. അതെനിക്കറിയാം മാഡം. എപ്പോഴും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കും അവൻ. വീഴ്ത്തണം. മനസ്സിജന്റെ തല മണ്ണ് തിന്നണം. കുട്ടിമണി റോഡിലിറങ്ങി തെണ്ടണം. അതാ എന്റെ ഏറ്റവും വലിയ സ്വപ്നം. പിച്ചളെ നമ്മുടെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ കാര്യം എളുപ്പമായനെ. അത് നിന്റെ മോഹം മാത്രമാ. നിന്നെപ്പോലെ 30 വെള്ളിക്കാശിന് മലക്കം മറിയുന്ന യൂദാസ് അല്ലവൻ. കോഴി 3 വട്ടം കൂവുന്നതിന് മുൻപ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസും അല്ല. വലതുവശത്തെ കള്ളനാവൻ. ക്രൂശിതനായ കർത്താവിന്റെ വലതുവശത്ത് കിടന്ന കള്ളൻ. സ്വർഗത്തിൽ പോയ കള്ളൻ. മനസ്സിനെതിരായിട്ട് ഞാൻ നിന്നതിന് പിന്നിൽ കാശിനോടുള്ള ആർത്തി മാത്രമല്ല മാഡം. കുഞ്ഞുനാൾ മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന പകയുടെ കനലുകളുമുണ്ട്. പകയുടെ കനലുകൾ നീറി പിടിക്കുന്നതല്ലാതെ ഒന്നങ്ങോട്ട് ആളി പടരുന്നില്ലല്ലോ ശിവ. എൻ്റെ ഈ ഒളിവ് ജീവിതത്തിനിടയിൽ തന്നെ ഒളിയം പെയ്ത് ഞാൻ മനസ്സിനെ തീർക്കും. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ മാഡം എനിക്ക് ചെയ്തു തന്നാൽ മതി. എന്താ നിന്റെ പ്ലാൻ? അത് പറയും. പറയാം. ഇത് കലക്കൂടാ ശിവ. ബാക്കി ഞാൻ ഏറ്റു. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. ധൈര്യമായിട്ട് പൊയ്ക്കോടാ. മാഡത്തിന്റെ ഒറ്റ ഉറപ്പിലാ ഞാനിതിന് ഇറങ്ങിത്തിരിക്കുന്നത്. എന്നെ കൈവിട്ട് കളയരുത്. ഒരിക്കലും ഇല്ലടാ. കൂടെ നിൽക്കുന്നവരെ ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല. നീ ധൈര്യമായിട്ട് പോ. എന്റെ ജീവൻ വെച്ചുള്ള കളിയാണ് ശിവ, അറിയാം. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. ശരി മാഡം, ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. ഭായി, എന്നാലും ആ കള്ളപ്പന്നി രക്ഷപ്പെട്ടു കളഞ്ഞു എന്ന് ഓർക്കുമ്പോഴാ. കയ്യിൽ മുറിവ് വെച്ച് കിട്ടിയ ഒരാളെ ഒരു കാറ് കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടെന്നല്ലേ സെക്യൂരിറ്റി പറഞ്ഞത്? അത് അവളാ പിച്ചളെ, ആ മതികല. അവളെയും കൂടി അങ്ങോട്ട് തീർത്താലോ ഭായി. എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടന്നോളാം. ആരെയും കൊന്നിട്ട് നമ്മൾ ജയിലിൽ പോകുന്നില്ല ഭായി. അതിനല്ലല്ലോ നമ്മൾ ഇത്രയും കിടന്ന് അനുഭവിച്ചത്. നമുക്ക് ജീവിക്കണം ഭായി, കുറച്ചു കാലമെങ്കിലും. ജീവിതത്തിൽ ഇത്രയും കാലം ഓട്ടോ ആയിരുന്നു. മെരുങ്ങാത്ത കുതിരയുടെ പുറത്ത് യാത്ര ചെയ്യുന്നത് പോലെ ഇടയ്ക്ക് വീണും മുറിവേറ്റും ഉരുണ്ടും പിരണ്ടും ഒരു യാത്ര. ഇനി സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ജീവിക്കണം. ശത്രുക്കൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടുന്ന് സ്വസ്ഥത കിട്ടാനാ ഭായി? അതാ ഞാൻ പറഞ്ഞത് എല്ലാത്തിനും തീർക്കണമെന്ന്.
ഞാൻ ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞ് ചുമ്മാ ആവേശത്തിന് പറഞ്ഞതല്ല. എന്റെ നോട്ടത്തില് മനുഷ്യന്മാരേറ്റവും കൂടുതൽ സ്വസ്ഥായിട്ട് കിടക്കുന്നത് ജയിലില്ല. അവിടുത്തെ സീന് ഭയങ്കര പീസ്ഫുള്ളാ ഭായി. ശിവയെ നിലം തൊടിയിക്കാതെ പിന്തുടരണം പിച്ചളെ. അവനെ വയലൂരം വീട്ടിലേക്ക് കൊണ്ടുവരണം. അവനെ കൊണ്ട് എല്ലാം വിളിച്ചു പറയിക്കണം. അന്നേരം മതികലയുടെ മുഖം എനിക്കൊന്ന് കാണണം. പെറ്റ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടും ആ പെങ്കൊച്ച് പഠിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോളാ ഇങ്ങനെയുണ്ടോ ജന്മങ്ങൾ. പിച്ചളയ്ക്ക് ഈ മതികലയെ ശരിക്കും അറിയാൻ വയ്യത്തോണ്ട. ഒന്ന് തീരുമാനിച്ചാൽ അവളത് നടത്തിയിട്ടേ പിന്മാറൂ. അവൾക്ക് കിട്ടാത്തത് മറ്റാർക്ക് കിട്ടിയാലും അവളത് സഹിക്കത്തില്ല. ഏത് വിധേനയും അവളത് നശിപ്പിക്കും. പണ്ട് കോളേജിൽ നടന്നൊരു ബ്യൂട്ടി കോണ്ടസ്റ്റിൽ ഇവളെ തോൽപ്പിച്ച് 1ാം സ്ഥാനത്തെത്തിയ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് ആസിഡ് ഒഴിപ്പിച്ച മോളായവള്. കാശും സ്വാധീനം ഉള്ളതുകൊണ്ട് ആ കേസും തേഞ്ഞു വാഞ്ഞങ്ങ് പോയി. ഹോ, ഇവളെ കെട്ടിയ രവീനെ സമ്മതിക്കണം. ഇതിലും ഭേദം ഒരു രാജവെമ്പാലയ്ക്ക് മാലിടുന്നതായിരുന്നു. അതാവുമ്പം ഒറ്റ കൊത്തിന് കൊന്നേനെ. നിർത്ത്. ഹലോ. ഈ പിശാചിന് മുടിഞ്ഞ ആയുസാണല്ലോ ഭായി. ആ എന്താ മനസ്സിലാ? സോഡ കുടിക്കുവാണോ? അല്ല, ഞങ്ങള് പാലാഴി കടഞ്ഞ അമൃതം എടുക്കുക വേണ. നീയൊക്കെ പാലാഴി കടഞ്ഞ കിട്ടുന്നതേ അമൃതല്ല, വിഷമാ. വിഷം. ഓ, കാളകൂട വിഷം. അതിപ്പം ഞങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ടല്ലോ, കാളക്കൂടം. ശിവയുടെ പിന്നാലെ ഓടിപ്പാഞ്ഞു നടന്നതിന്റെ ക്ഷീണമായിരിക്കുമല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാനല്ലേ അവനെ രക്ഷപ്പെടുത്തി വിട്ടത്. അന്ന് അവൻ മുഖത്ത് മുളകുപൊടിയിട്ട് രക്ഷപ്പെട്ടു. ഇന്നവൻ നിന്റെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടു. അതെ, നീ ചിരിക്കണ്ട. നിന്റെയും അവന്റെയും ചിരി ഉടനെ അങ്ങ് തീരും. ഒന്ന് പോടാ അവിടുന്ന്. നീ ഈ വീമ്പിളക്കുന്നതല്ലാതെ ഒന്നും നടക്കത്തില്ല. ശിവയെ നിനക്കിനി തൊടാൻ പോലും കിട്ടത്തില്ല. മനസ്സിലായില്ല? മനസ്സിലായിക്കോളൂ ഉടൻ. മനസ്സിജ, നിനക്ക് ശരിക്കും അറിയാലോ എന്നെ. ഓടുന്ന നായക്ക് ഒരു മുഴം മുമ്പേ അല്ല, ഒരു മൈൽ മുമ്പേ മതികല. ശിവ നിനക്ക് തൊടാവുന്നതിൽ ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. മോളെ മതികലേ, ബൈബിളിൽ പറയുന്നൊരു വാക്യമുണ്ട്. നീ കഴുകനെ പോലെ സൂര്യന് മീതെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കുമെന്ന്. നിന്നോടും ശിവയോടും ഈ മനസ്സിന് പറയാനുള്ളതും അതാ. നീയൊക്കെ എത്ര ഉയരത്തിൽ പറന്നാലും ഞാൻ നിന്നെയൊക്കെ താഴെ ഇറക്കിയിരിക്കും. എത്ര ഉയരത്തിൽ പറന്നാലും സമ്മാനദാനം ഭൂമിയിൽ വച്ചാടി. സമ്മാനം ഈ ഞാൻ തന്നിരിക്കും. നീയൊക്കെ മേടിക്കുകയും ചെയ്യും. കാണാടാ, കാണാം. എന്തായാലും ശിവ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? നീ മനസ്സിൽ കാണുമ്പോ മോണിറ്ററിൽ കാണുന്നവനാ അവൻ. കാണാടി. ഓ പെങ്ങളെ സോഡ വേണോ? നീ പോടാ അവിടുന്ന്. അവന്റെ ഒരു സോഡ. എന്തായിരിക്കും ഭായ് ശിവയുടെ പുതിയ തന്ത്രം? സാർ, CA സാറല്ലേ? എനിക്ക് സാറിന് അത്യാവശ്യം കാണണം. സാറ് പുറത്തേക്ക് പോയിരിക്കുക. കാര്യം പറ. നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു കേസിലെ പ്രതിയാ ഞാൻ. ആഹാ, അതുകൊള്ളല്ല. ഒരു പ്രതി ഇങ്ങോട്ട് വന്ന് പ്രതിയാണെന്ന് പറഞ്ഞേക്കുന്നു. കാലത്തിന്റെ ഒരു പോക്കേ. അല്ല, നീ ഏത് കേസിലെ പ്രതിയാടാ? സാറേ, ആ മനസ്സീൻ എന്ന് പറയുന്ന ആളിനെ കുത്തിയില്ലേ, ആ കേസിലെ പ്രതി അത് ഞാനായിരുന്നു. ആഹാ, നീ കൊള്ളാലോടാ. അവൻ നിന്റെ കൂട്ടുകാരനല്ലായിരുന്നു? ആ അതെ, ഞങ്ങൾ തമ്മിലൊന്ന് പിണങ്ങിയായിരുന്നു. നീ മിടുക്കനാടാ. സുഹൃത്തിന്റെ പള്ളയ്ക്ക് പിറ്റാത്തേറ്റിയ കാര്യമാണല്ലോ നീ നീണ്ടു തോർന്നു പറയുന്നത്. ആ, നീ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയിരുന്നു. സാർ ഇപ്പൊ വരും. ചെല്ലേ. ആരാ? CA സാറിനൊന്ന് കാണാൻ വന്നതാ. സാർ ഇപ്പൊ വരും, അവിടെ ഇരുന്നോ.
പതുക്കെ ചവിടടോ. സ്വാമിയേ ശരണയ്യപ്പ. അയ്യോ സാറേ, കയ്യിലെന്ത് പറ്റി? അപ്പൊ താൻ കാര്യമൊന്നും അറിഞ്ഞില്ലായിരുന്നു? ഇല്ല. സെക്രട്ടേറിയറ്റിൽ സോളാറിന്റെ പേരിൽ ഒരു സായാഹ്ന ധർണ. ഓ. സൂര്യഭവന്റെ പേരിൽ കാശുണ്ടാക്കാൻ കുറെ കോപ്പന്മാരും അടിപടിക്കാൻ പോലീസുകാരും ഒരുത്തിനടുത്ത് ചാമ്പാൻ നോക്കിയതാ. താൻ ഒരു കാര്യം ചെയ്യ്, പത്രക്കാരെ വിളിച്ചിട്ട് ഒരു ന്യൂസ് കൊടുത്തേരെ. CA അയ്യപ്പൻകുട്ടിക്ക് പരിക്കേറ്റു, സെന്റർ പേജിൽ തന്നെ വരണം. ഓക്കെ? ശരി സാർ. ഇതാരാ ഈ സമയത്ത്? ഭാര്യ. ആടി, കൈക്ക് പൊട്ടലുണ്ട്, വലുതേയില്ല. 1.5 മാസം വേണ്ടി വരും. ആ, നീ ഇപ്പൊ അതിന്റെ പേരും പറഞ്ഞ് ഇവിടെ വരെയൊന്നും വേണ്ട കേട്ടോ. കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞപ്പോ അവള് പറയാ, ഇനി ഫോണിൽ മെസ്സേജ് ഒന്നും അയച്ച് കളിക്കില്ലല്ലോ ഭാഗ്യമൊന്നും. നല്ല ഭാര്യ. സാറേ, ആ ശിവയെന്ന് പറയുന്നവൻ അകത്തു വന്നിരിപ്പുണ്ട്. കുറെ നേരമായി. ഏത് ശിവ? സാറേ, ആ കുത്തുകൊണ്ട മനസ്സുചനില്ലേ, അവന്റെ കൂട്ടുകാരൻ. അവനെന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? അവൻ കീഴടങ്ങാൻ വന്നാണെന്ന്. മനസ്സുജന് കുത്തിയത് അവനാണെന്ന്. അത് കൊള്ളാലോ. മീനൊക്കെ നേരെ ഇങ്ങോട്ട് വലയിൽ കയറി വരാൻ തുടങ്ങി. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇതും കൂടെ പറഞ്ഞ് പത്രക്കാർക്ക് ഒരു ന്യൂസ് കൊടുക്കും. രണ്ടും കൂടെ ഒരുമിച്ച് പോട്ടെ. CI അയ്യപ്പൻകുട്ടി മനസ്സുജൻ കുത്തുകേസ് പ്രതിയെ പിടിച്ചു. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. സർ, കൺട്രോൾ റൂമിൽ നിന്ന് വിളി വന്നോളൂ. ഇല്ല സർ. അവസാനം നീ ഇതങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചല്ലേ? അതെ സാർ, ഞാനാ മനസ്സിനെ കുത്തിയത്. ഞാൻ കീഴടങ്ങുന്നു സാർ. അതെന്തായാലും നന്നായി. പാച്ചു ഊതിയാലും പരമൂതിയാലും PP കേട്ടാ മതി. അതായത് നീ വന്നെന്റെ വലയിൽ ചാടിയാലും ഞാൻ നിന്നെ തേടി പിടിച്ചാലും കേസ് തെളിയണമെന്നേ എനിക്കുള്ളൂ. പിന്നെ എന്തുപറ്റി ഇങ്ങനെ ഒരു ബോധോദയം? ഇവിടെ തമ്പരാൻ നേരിട്ടിറങ്ങി ഒന്ന് കുറ്റബോധത്തിന്റെ കുത്തിവെപ്പ് നടത്തിയോ? ഒളിവ് ജീവിതം മടുത്തു സാർ. പിന്നെ സാറ് പറഞ്ഞ പോലെ കുറ്റബോധമുണ്ട്. മോന സർ, ഇവന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് മെഡിക്കലിന് കൊണ്ടുപോകും. ശരി സർ. നാളെ രാവിലെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാകും. ശരി സർ. ചെല്ല്. വാ. സ്വാമിയേ ശരണയ്യപ്പ. ഭായ്, കിട്ടിയവരും ശരിയാണല്ലോ അല്ലേ? ശരിയാ ബായ്. എന്നെ സ്റ്റേഷനിൽ ഒരാള് വിളിച്ചു പറഞ്ഞ ആ കള്ളപ്പന്നി അകത്തുണ്ട്. പേര്? അത് ശിവപാണ്ഡ്യ പെരുമാൾ. സ്ഥലം? ജനിച്ചത് തമിഴ്നാട്ടിലാണ്. മനസ്സുജ വിടരുതാണ്. സാറേ, അമ്മാരനെ കൊല്ലു സാറേ. കുത്തു കൊണ്ടവനും വന്നല്ലോ. എരയും വേട്ടക്കാരനും ഒരേ റൂമിൽ. അല്ല, വേട്ടക്കാരനും എരയും ഒരേ റൂമിൽ. ഏതായാലും ശരിയാ സാറേ. അവനെ എനിക്ക് വിട്ടുതാ സാറേ. ഇവിടെ ഒരാളുണ്ട് സർക്കിളായിട്ട്. നീ എന്റെ മോളിക്കേറി ഭരിക്കാൻ നോക്കല്ലേ സാറേ. എനിക്ക് ഇവനോട് ചോദിക്കണം, ഇവൻ എന്നോട് എന്തിനാ ഈ ചതി ചെയ്തതെന്ന്. ചോദ്യവും പറച്ചിലൊന്നും ഇവിടെ നടക്കില്ലല്ലോ മനസ്സിലാ. നിനക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നാളെ റിമാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നീ ജയിലിൽ പോയി കാണാൻ സംസാരിക്കേ. എന്നാലും ഒന്ന് ചോദിക്കണ്ട സാറേ. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ കിടന്ന് ജലച്ചാലേ മോണ വീണ വായിക്കും. പറഞ്ഞേക്കും സാറേ. പിച്ചലൊന്നും ചെയ്യല്ലേ സാറേ. ഇതുകൊണ്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്ന് കരുതണ്ടാ. നോക്കോ നീ. പോലീസ് സ്റ്റേഷനാ. പോ 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 പോ. നോക്കോടാ. ഹലോ, പോലീസ് സ്റ്റേഷനാണ്. ശരിയാക്കാന്ന് പറഞ്ഞില്ലേ? ഇളിക്കുന്നോടാ എന്റെ ഇടതേക്ക്. നല്ല പാക്കാം. അവന്റെ ഒരു ഇളി തൂക്കിയെടുത്ത് അകത്തോടവനെ. സ്വാമിയേ ശരണയ്യപ്പ. ഇടത് കൈ മെനക്കെടുത്തണ്ടെന്ന് വെച്ചാൽ സമ്മതിക്കുന്നില്ലല്ലോ അയ്യപ്പ. മതി, ഞാൻ ഇവിടെ തന്നെയുണ്ട്. മതി, വാ. എന്താടാ എന്തിനാ ഈ കിടന്ന് വിളിച്ച് മരിക്കുന്നത്? രാവിലെ പത്രം കണ്ടപ്പോഴും ഞെട്ടിപ്പോയത്. എന്തുപറ്റി? ചരമക്കുളത്തിൽ നിന്റെ ഫോട്ടോ കണ്ടോ? മതി, ചുമ്മാ തമാശ പറയല്ലേ. ശിവ അകത്തായില്ലേ? അതിന് നമുക്കെന്താ? അതിന് നമുക്കെന്താണെന്നോ? മതി, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്നവനവൻ. അവൻ പോലീസിനോട് എന്തെങ്കിലും പറഞ്ഞാ, അല്ലെങ്കിൽ CI അയ്യപ്പൻകുട്ടി അവൻ ഇടിച്ച് പറയിച്ചാലോ? ഒന്നും പറയില്ല. പറഞ്ഞാൽ? പറയത്തില്ല. നാക്കിനെ കെട്ടിടാൻ മിടുക്കനാ ശിവ. അകത്ത് കിടക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഞാനല്ലേ? അപ്പോ എനിക്കെതിരെ അവൻ ഒന്നും പറയില്ല. എന്നാലും അവൻ എന്തൊരു മണ്ടനാ. നേരെ പോലീസിന് കീഴടങ്ങി കൊടുത്തില്ലേ? അവൻ മണ്ടനൊന്നും അല്ല, മിടുക്കനാ. മിടുമിടുക്കൻ. മതികലയുടെ തലയ്ക്ക് മീതെ ചിന്തിക്കുന്നവൻ.
അതുകൊണ്ടാ അവൻ കീഴടങ്ങിയത്. മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല, കാരണം നീ നല്ല ഒന്നാന്തരം മണ്ടനാണല്ലോ. പോലീസിന് പിടികൊടുക്കുന്നത് എന്ത് ബുദ്ധി സാമർത്ഥ്യമാണെന്നാ മതി പറയുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. എടാ മുറച്ചെറുക്ക, മണ്ട മരമണ്ട. എന്താ? എടാ, ശിവയ്ക്കിപ്പൊ ഏറ്റവും സേഫായി കിടക്കാൻ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇടം ഏതാ? ജയിൽ. 24 മണിക്കൂറും കറണ്ടും വെള്ളവും മാത്രമല്ല, 24 മണിക്കൂറും പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ട്. ഒളിച്ചു നടന്ന് മനസ്സിജന്റെ പിച്ചാത്തി മുനയിൽ കയറുന്നതിനേക്കാളും എത്രയോ ഭേദമാണടാ ഇപ്പൊ സുരക്ഷിതനായി ജയിലിൽ കഴിയുന്നത്. അതാണ് ശിവയുടെ ബുദ്ധി. അത് ബുദ്ധി തന്നെ. അതാ ഞാനും പറഞ്ഞത്. മനസ്സിജനെ കുത്തിയ കേസിൽ മാത്രമാ അവൻ കീഴടങ്ങിയിരിക്കുന്നത്. മറ്റൊന്നും അവൻ പറയില്ല. ഉറപ്പാണോ മതി? അതോ ഒടുക്കം കാര്യങ്ങൾ തിരിഞ്ഞു കൊത്തുവോ? ഒന്നും കൊത്തത്തില്ല. ജയിലിൽ കിടന്നുകൊണ്ട് ശിവ കരുക്കൾ നീക്കും. മനസ്സിജനെ കൊടുക്കാനുള്ള കെണി ഒരുക്കും. എന്താ മതി പ്ലാനിങ്? പറയാം. എന്തായാലും നീ ഒന്നുറപ്പിച്ചോ സഞ്ജു, പുറത്ത് നടക്കുന്ന ശിവയേക്കാൾ അപകടകാരിയാണ് അകത്ത് കിടക്കുന്ന ശിവ. ഓടി വീഴൊന്നും ചെയ്യരുതേ. ഞാൻ വീഴത്തില്ല, മനുഷ്യനെ കണ്ടു. അതെ, ഞാൻ കണ്ടൊക്കെ പിടിച്ചോളാം. നീ ഇന്നാളത്തെ പോലെ ദൂരെ എങ്ങും പോയി ഒളിച്ചിരിക്കൊന്നും ചെയ്യരുതേ. അത് ഫൗളാണേ. എവിടെയാ എവിടെ പോയി? ഓഹോ, രണ്ടുപേരും ചേർന്നങ്ങ് ആഘോഷിക്കല്ലേ എന്നെ വെല്ലുവിളിക്കാനായിട്ട്. കളിക്കുന്നതൊക്കെ കൊള്ളാം. കുഞ്ഞുമണിയും കുട്ടിമണിയും കൂടെ തറയരുന്നും വീഴരുത്. കണ്ണ് കെട്ടിയ മനസ്സിജൻ, നിന്റെ കഴുത്ത് കണ്ടിക്കാൻ പോവാടാ ഞാൻ. എവിടെ? ഈ ബ്ലേഡ് കൊണ്ട് ഒരൊറ്റ വര, കഴുത്തിന് ചുറ്റുമായിട്ട് ഒരു വര. അതോടെ മനസ്സിജൻ തീർന്നു. അല്ലെങ്കിൽ അവന്റെ കുട്ടു. കുട്ടു എവിടെ പോയി? കുട്ടു വിളിച്ചിരിക്കുകയാണല്ലേ, ഞാൻ പിടിച്ചോളാം. നീ എവിടെ അടി? കുട്ടു കുട്ടു എടി, എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്ക്. കുട്ടു എവിടെയാ? കുട്ടു ദേ കുട്ടു, ദൂരെ എങ്ങാനും പോയ കണ്ണ് കെട്ടി കളി ഞാൻ ഇവിടെ വെച്ച് നിർത്തുവേ. കുട്ടു എവിടെയാ? എടി ചോദിക്കുന്നതിന് മറുപടി പറയടി. കുട്ടു ഒറ്റ സെക്കൻഡ് കൊണ്ട് തീരണം. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ അവൾ. കുട്ടു 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 നീ എവിടെയാ? എടി പെണ്ണെ, വല്ല ഒച്ച എനക്കൊക്കെ കൊണ്ടാക്കടി. കുട്ടു കുട്ടു കൂയി. കുട്ടു 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 ഗേറ്റിന് പുറത്തോട്ടൊന്നും പോവല്ലേ, ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. എടി നീ എന്തേലും ഒന്ന് വാതുറന്ന് പറയ്. നോക്കിയോടി നിന്നെ. കുട്ടു കുട്ടു ഞാൻ ഈ കണ്ണുകെട്ട് അഴിക്കാൻ പോവാണ് കേട്ടോ. നീ എവിടെയാ? എടി ലാസ്റ്റ് ചാൻസാ, ഇപ്പൊ അഴിക്കും ഞാൻ. കുട്ടു കുട്ടു പിടിച്ചു കലമോളെ. കുട്ടു
ബായ്. മതികല പെങ്ങളുണ്ടായിരുന്നു ഇവരപ്പോ കണ്ണു കെട്ടി കളിക്കാൻ. പിന്നെ എനിക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു കള്ളനായ താൻ എന്നെ പെങ്ങളെന്ന് വിളിക്കരുതെന്ന്. അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി പെങ്ങളെ. അല്ല, മേഡം കൊച്ചമ്മേ. അല്ല, ഭ്രാന്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, മേഡത്തിന്റെ അമ്മ മേഡത്തിന് കുറവുണ്ടോ? താൻ എന്റെ അമ്മയുടെ സുഖവരെ അന്വേഷിക്കാൻ വന്നതാണോ? താൻ തന്റെ അമ്മയുടെ കാര്യം പോയി തിരക്കണോ? അയ്യോ, അതിനി സ്വർഗത്ത് പോണം. എന്റെ അമ്മ മരിച്ചിട്ട് കാലം കുറേ ആയി. അയ്യോ, പിത്തലയുടെ അമ്മ സുഖത്തിലാണോ? എന്റെ അമ്മ സുഖത്തിലാ, ശബ്ദം മാത്രമേ ഇവരുണ്ട്. പിന്നെതോ ഈ മനുഷ്യന്റെ അമ്മ സുഖത്തിലാ. അതെ, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുക 3 പേരും. ഒരാള് സ്വീപ്പർ, ഒരാള് കാഷ്യർ, മറ്റൊരാള് സപ്ലയർ. അതെ, അവിടെയും അവർ അന്തസ്സായിട്ട് അധ്വാനിച്ച് തന്നെയാ ജീവിക്കുന്നത്. ഇവിടെ നിന്ന് ചിലരെ ചത്ത് മുകളിലോട്ട് പോയാൽ അവിടെ ചെന്ന് തട്ടിപ്പും വെട്ടിപ്പും വട്ടിപ്പലിശയും ഗുണ്ടാപിരിവും ഒക്കെ ആയിട്ട് ജീവിക്കും. അല്ലെങ്കിൽ നരക കവാടത്തിന് കാവൽ നിൽക്കും. എന്നാ കടാവോ പിത്തലേ? കടാവല്ല, കവാടം, വാതിൽ, നരകത്തിന്റെ വാതിൽ. അതിന് കാവലിരിച്ചാനേ ഈ കൊച്ചേച്ചിയുടെ അമ്മ എന്നെ കടത്ത്. അതെന്താ? ഓ, കടട്ട്. ഈ കൊച്ചേച്ചിയുടെ അമ്മയെ കാണുമ്പേ ഒരു പേടിയൊക്കെ വരും. പെണ്ണെ, എന്റെ സ്വഭാവം മാറ്റാൻ നിക്കരുത്, പറഞ്ഞേക്കാം. നിന്റെ അമ്മ അപ്പനെ വടിയും പിടിച്ച് പോയി നിക്കാൻ പറയടി കാവലിന്. പറഞ്ഞു ഓരോരുത്തരും ഓരോ വഴിയായി. ഞാനപ്പാന ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. അയ്യോ, എന്റെ കുട്ടിമണി, ഞാനപ്പാന പൂന്താനത്തിന്റെ. അയ്യോ, കുന്തം, ഇനി പൂന്താനം വലിയൊരാളായിരുന്നു. നിനക്കേ ഞാനതൊക്കെ പിന്നെ പറഞ്ഞുതരാം, അല്ലേ പിച്ചളേ? കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. മാളിക ഭവാൻ, മാറാപ്പ് ഭവാൻ. മത മത്സര വൈര്യങ്ങൾ കൊണ്ടിതു നാണം കെട്ടു നടക്കുന്നതും ചിലർ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ. എന്നെയല്ലേ ഉദ്ദേശിച്ചത്? എന്നെയല്ലേ പറഞ്ഞ നാണം കെട്ടോളന്ന്? ഓ, പെങ്ങക്ക് അല്ല, മേഡത്തിന് അങ്ങനെ തോന്നിയെങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. ഓടിച്ചതിന്റെ പല്ല് ഞാൻ കുഴിക്കും. ഒന്ന് പോ മേഡം, പോയി വല്ല രാമായണോ മഹാഭാരതമൊക്കെ വായിച്ച് മനസ്സിനകത്ത് കുറച്ച് വെട്ടും വെളിച്ചൊക്കെ ഉണ്ടാക്ക്. പിന്നെ ഈ പല്ലെന്ന് പറയുന്നത് ആരുടെയും കൊഴിയും. നീ ചെവിയിൽ നുള്ളിക്കൊടാ. നിന്റെയൊക്കെ അഹങ്കാരം എന്നേക്കുമായിട്ട് തീർക്കാനേ ഒരാള് വരുന്നുണ്ട്. നഖങ്ങൾക്ക് ഏതൊരു കഴുകിനേക്കാളും മൂർച്ചയേറിയ ഒരാൾ. നിന്നെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ നോക്കിക്കോ. കൗണ്ട് ഡൗൺ ജസ്റ്റ് ബിഗിൻസ്. ബൈ. ഏത് പിശാചിനെ കുറിച്ചാ ബായ് അവള് പറഞ്ഞിട്ട് പോയത്? സഞ്ജയന്റെ ചേട്ടനൊരുത്തനുണ്ട്, എന്തും ചെയ്യാൻ പോകുന്ന ഒരാൾ. ചോരയുടെ ചവർപ്പും കണ്ണീരിന്റെ പുളിപ്പും ഹരമാക്കി ഒരുത്തൻ. സീൻ കോൺട്രേ ആവോ ബായ്? അവൻ വന്നാൽ അവള് പറഞ്ഞതുപോലെ കഴുകനാണവൻ. ആകാശം മുഴുവൻ ചിറക് വിരിച്ചൊരു കഴുകൻ. സീതെടുത്ത് കരയുമായിരുന്നോ? അല്ല, സീതെടുത്ത് കരയുമായിരുന്നു. സീതെടുത്തേക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുക. ഒന്നുമില്ല സിജ. എന്നോട് കള്ളം പറയല്ലേ സീതെടുത്തി. ഇഷ്ടപ്പെടുന്നവരുടെ മുഖം മാറിയ അത് കണ്ടുപിടിക്കാൻ എനിക്ക് പെട്ടെന്ന് പറ്റും. സീതെടുത്തേക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതുറപ്പാ. പേടി തട്ടിയതുപോലെ സീതെടുത്തിയുടെ മുഖം. ഇല്ല സിജ. ഉണ്ട് സീതെടുത്തി.
എന്താ കാര്യം എന്നോട് പറ. ഒന്നുമില്ല സിജ. വെറുതെ കള്ളം പറയല്ലേ സീതയെടുത്തി. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, സീതയെടുത്തിയുടെ മനസ്സിൽ എന്തോ കരട് വീണിട്ടുണ്ട്. അല്ല, കരടല്ല, കനൽ പൊട്ട്. അതിങ്ങനെ നീറി നീറി കിടക്കുക. ഒരു കാര്യം കൂടി എനിക്ക് ഉറപ്പാ, സീതയെടുത്തിയുടെ വീട്ടിൽ നിന്നും അമ്മയും നകുലേട്ടനും ഇവിടെ വന്ന് പോയതിനു ശേഷമാ ഈ മാറ്റം. എന്താ സീതയെടുത്തി പ്രശ്നം? പറയും. സിജ, സീതയെടുത്തി എന്താ? ബാലേട്ടനെ ഓർത്ത എന്റെ ഭയം. ബാലേട്ടന് എന്തു പറ്റി? എന്റെ ജാതകത്തില് നീ ബാലന്റെ കൂടെ താമസിച്ചു കഴിഞ്ഞ ബാലന് ആയുസ്സുണ്ടാവില്ല. ബാലന് ആയുസ്സുണ്ടാവണമെങ്കിൽ നിങ്ങൾ വേർപെടണമെന്ന്. എന്റെ ബാലേട്ടനെ ഞാനായിട്ട് കുരുതി കൊടുക്കുമെന്ന എന്റെ പേടി. എന്റെ നശിച്ച ജാതകം, നശിച്ച തലവര, നശിച്ച സമയം. ഇതിലും ഭേദം ഈ പ്രസവത്തോടെ ഞാനങ്ങ് ചത്തൊടുങ്ങുന്നതാ. സീതയെടുത്തി, വാച്ച് മനുഷ്യനുണ്ടാക്കുന്നതല്ലേ? അപ്പോ അവനവന്റെ സമയവും മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതാ. സീതയെടുത്തി പേടിക്കണ്ട, ബാലേട്ടനൊന്നും സംഭവിക്കത്തില്ല. എനിക്കൊരു മനസ്സമാധാനം ഇല്ല സിജ. വേണ്ട മോളെ. അയ്യോ, പിച്ചളെങ്ങ് പോയല്ലേ, ഒരു കാപ്പി കൊടുക്കാൻ പറ്റിയില്ല. സാരമില്ല സീതയെടുത്തി, പിച്ചള വലിയ ധൃതിയിലായിരുന്നു. ഏയ്, അടുപ്പിന്ന് പുകയടിച്ചതാ. എന്നാ പുക ഞാൻ അടിച്ചു. എടാ പുക ഇറങ്ങി വരാ. റൗഡി കുറ്റുമണിയും ചാത്തമ്പി കുഞ്ഞുമണിയെ വിളിച്ചിട്ട് ഇറങ്ങി വരാ. നീ ഞങ്ങളുടെ കുറ്റാപ്പുറ്റമ്മ കരിക്കല്ലടാ. കുട്ടിമണി പുക അതിന്റെ പാട്ടിന് പോയി, ഒന്ന് അടങ്ങി നിൽക്കുവോ? എന്നെ പിന്നെ വലിച്ചിട്ട് കരച്ചിൽ മാറ്റാൻ ഞാൻ പാട്ട് പാടിയാലോ? ആ ശരി, പാട്. ശരി, ഞാൻ പറയാൻ പോവാണേ. എടാ കുട്ടാപ്പൂ, ഞാനും കുഞ്ഞുമണിയും പാടാൻ പോവാണേ. നീ അങ്ങോട്ട് കേട്ടോണേ. പിന്നെ വലിയ ചിരിച്ചാ വേണേ കേട്ടാ. ചിരിക്കാം. പുലരി വരുന്ന കൊക്കരക്കോ കൂവും പൂങ്കോയി, തലയിൽ പൂവും നീളം വാലും കുത്തകയാക്കിയ പൂങ്കോയി, പുലരിക്കെന്നും പുതുമ ഉണർത്തും പുലരി കോയി പൂങ്കോയി 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 പൂങ്കോയി. അയ്യോ, എന്താ മതി? അത്യാവശ്യം വേണ്ടി കാണുന്ന പറഞ്ഞേ. എനിക്ക് നിന്നെ കൊണ്ടൊരു സഹായം വേണം. എന്താ മതി? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. നീ എങ്ങനെ വലിയ വായിൽ വർത്തമാനമൊന്നും പറയല്ലേ സഞ്ജയ. ഇതുവരെ നീ ചെയ്തിട്ടുള്ളതെല്ലാം ഭൂലോക മണ്ടത്തരങ്ങളാ. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായ സഹായം ഒന്നും എനിക്ക് വേണ്ട. മതിക്ക് പിന്നെ എന്താ വേണ്ടത്? എനിക്ക് കുറച്ച് ചെമ്പ് കമ്പി വേണം. ചെമ്പ് കമ്പിയോ? അതെന്തിനാ മതി? എനിക്ക് പുഴുകി തിന്നാൻ. നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഞാൻ പറഞ്ഞത് ചെയ്തു തരാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ ചെയ്യാൻ മതി. ഒരു 10-15 മീറ്റർ നീളത്തിൽ ചെമ്പ് കമ്പി വേണം. അല്ല, എന്തിനാണെന്ന് മതി പറഞ്ഞില്ല. എന്തിനാണെന്നുള്ളത് നീ അറിയണ്ട. അത് നീ കാത്തിരുന്ന് കണ്ടാ മതി. എന്റെ ദൈവമേ, ആ പ്രാന്ത് പിടിച്ച സ്ത്രീ ഈ പാട്ടും കൂടെ കേട്ടാലേ എന്റെ തലയടിച്ചു പൊളിക്കും. ഈ ചന്ദ്രനിലൊക്കെ പോണതുപോലെ ഒരു ഉടുപ്പുണ്ട്, അതിലൊരെണ്ണം കിട്ടിയെങ്കിലേ ഇവിടെ സ്വസ്ഥമായനെ. പിന്നെ ആ സ്ത്രീയെ പേടിക്കേ വേണ്ടായിരുന്നു. ഇതിനും ഇളവിയോ? നോട്ടം കണ്ടിട്ട് അങ്ങനെയാണല്ലോ തോന്നുന്നത്, യക്ഷി നോക്കുന്ന പോലെ. നിങ്ങളിപ്പോ എന്താ പറഞ്ഞത്? അയ്യോ മാഡം, ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ യക്ഷി എന്ന് പറയുന്നത് ഞാനിപ്പോ കേട്ടല്ലോ. യക്ഷി എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ? ഞാൻ പക്ഷി എന്നാ പറഞ്ഞത്. പക്ഷികൾ കാരണം മുറ്റത്തെല്ലാം ആകെ പ്രശ്നമാണല്ലോ.
ദേ, നിങ്ങൾ കള്ളം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ ഹെൽമെറ്റ് വെച്ച തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. നിങ്ങൾ യക്ഷി എന്ന് പറയുന്നതും തുറച്ചു നോക്കുന്നു പറയുന്നതും ഒക്കെ ഞാൻ കേട്ടല്ലോ. അയ്യോ, അങ്ങനല്ല മാഡം ഞാൻ പറഞ്ഞത്. മരക്കൊമ്പിലിരുന്നൊരു പക്ഷി എന്നെ തുറിച്ചു നോക്കിന്നാ പറഞ്ഞത്. മാഡം കേട്ടതിന്റെ കുഴപ്പം. നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കുകയും കേൾപ്പിക്കുകയൊന്നും ചെയ്യണ്ട, കേട്ടല്ലോ. അമ്മയുടെ വലിയ മാഡം അകത്തുണ്ട്. എന്തെടുക്ക്? ഒന്നും എടുക്കുന്നില്ല, തണുക്കെന്നെന്ന് പറഞ്ഞ് മൂടിപ്പതച്ചിരിക്കുവാ. അമ്മയ്ക്ക് ഇനി പുതപ്പ് മാറ്റാറായില്ലേ? ഞാൻ പല തവണ ചോദിച്ചതാ. അപ്പ പറയുവാ ആരോ വരുന്നുണ്ട്, ആര് വന്നാലും പെട്ടെന്ന് പുതപ്പ് തലവഴി ഇടണം, അതിനാ പുതപ്പ് കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന്. നിങ്ങൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പാടില്ലായിരുന്നോ? ആരും വരത്തില്ല, പിടിച്ചോണ്ടൊന്നും പോകത്തില്ല എന്ന്. നല്ല കാര്യമായി. എന്നെ വിളിച്ച ചീത്ത കേൾക്കണം. എന്റെ 10 തലമുറ കേൾക്കേണ്ടതെല്ലാം ഞാൻ കേട്ടു. പിന്നൊരു വലിയ കമ്പ് തന്നെ അടിക്കാൻ ഓടിച്ചു. മാഡം ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഈ കുടുംബത്തോടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമോ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്? അത് മാഡത്തിനറിയാമോ? ആ മതി മതി, നിർത്ത്. കിടന്ന് കീറ്റണ്ട. നിങ്ങളുടെ കുടുംബത്തോടുള്ള ആത്മാർത്ഥതയ്ക്ക് ഞാൻ എണ്ണി ശമ്പളം തരുന്നുണ്ടല്ലോ. പോരാത്തതിന് ഇപ്പത്തെ ശമ്പളം കൂട്ടി തരികയും ചെയ്തു. മാഡം എന്നാലും ഒരെന്നാലും ഇല്ല. നിങ്ങൾ ഈ ഹെൽമെറ്റ് വെച്ചോണ്ട് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നാട്ടുകാരെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കരുത്. നിങ്ങൾ അകത്തോട്ട് കയറുമ്പോ വെക്കാതിരിക്കുക എന്തെങ്കിലും ചെയ്യും. മാഡം, ഇതുവരെ ഞാൻ ഹെൽമെറ്റ് വെച്ചോണ്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നലെ അടിക്കാൻ ഓടിച്ചത് കൊണ്ടാ ഞാൻ ഇതും വെച്ചോണ്ട് നടക്കുന്നത്. എന്റെ സുരക്ഷ ഞാൻ നോക്കണ്ടേ? ഓ, ഒരു മുടിഞ്ഞ സുരക്ഷ. അങ്ങനെ എന്നെ പിടിക്കാൻ പറ്റൂല. ഞാനേ ഈ പുതപ്പിനകത്തിങ്ങനെ ഇരിക്കും. എന്താ മതികലയാണോടി? ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നെ തിരിച്ചറിയാനുള്ള ഇംപ്രൂവ്മെന്റ് ആയല്ലോ. ഭാഗ്യം. എന്റെ അമ്മ എന്തിനാ ഈ ചൂടത്ത് ഇതൊക്കെ പൊതച്ചോണ്ടിരിക്കുന്നത്? എപ്പോഴാന്ന് അറിയത്തില്ല ശാരദാമ്മ വരുന്നത്. വന്നു കഴിഞ്ഞാ ഈ പുതപ്പിട്ട് എനിക്ക് പിടിക്കണം. അതിനാ എനിക്ക് പേടിയാണെന്നൊക്കെ ഞാൻ വെറുതെ പറയുന്നതാ. ഇത്തവണ ആ ശാരദാമ്മയെ ഞാൻ പിടിച്ചിരിക്കും. എന്റെ അമ്മയെ ഇവിടെ ആരും വരത്തൊന്നുമില്ല. ചത്തുപോയ ശാരദാമ്മ എങ്ങനെയാ വരുന്നത്? ഒന്ന് പോടി അവിടുന്ന്. ശാരദാമ്മയെ ഞാൻ കണ്ടതല്ലേ? ചത്തുപോയ ശാരദാമ്മയും കണ്ടു, അച്യുതക്കുറുപ്പിനെയും കണ്ടു. ബാധയെന്നൊക്കെ പറയുന്നത് സത്യവാടി. പിന്നെ അയൽ രാജ്യത്ത് നിന്ന് നമ്മളെ ആക്രമിക്കാനായിട്ട് കുതിരപ്പട്ടാളം വരുന്നുണ്ടെന്ന് കേട്ടു. അവിടുന്ന് മന്ത്രി എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാ. ഏതയൽ രാജ്യം? എടീ, ആ വയലോരൻ രാജ്യത്തുനിന്ന്. അവിടുന്ന് ആനപ്പടയും കുതിരപ്പടയും കാലാൾപ്പടയും എല്ലാം വരുന്നുണ്ടെന്ന്. എവിടെ എവിടെ നമ്മുടെ സൈന്യാധിപൻ സഞ്ജയൻ? അവനോട് വിവരങ്ങൾ പറയണം. വിളിക്കവനെ. സൈന്യാധിപൻ മാങ്ങ പറിക്കാൻ പോയി. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. അമ്മയാണെന്ന് ഓർത്താ ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നത്. ഒന്ന് മിണ്ടാതിരിക്കമ്മേ. അമ്മ ഗുളികയൊക്കെ കഴിച്ചോ? ആ, കഴിച്ചു. എന്റെ അമ്മ വിചാരിക്കാതെ അമ്മയുടെ അസുഖം മാറത്തില്ല. ഞാൻ വിചാരിക്കുന്നുണ്ട്. അസുഖമേ പോയെന്ന് ഞാൻ പറയുന്നുണ്ട്. ശാരദാമ്മയുടെ ആത്മാവിനോട് ഞാൻ പറയുന്നുണ്ട് പോയെന്ന്. എന്റെ ദൈവമേ, നീ അതിങ്ങി തന്നെ അതിങ്ങോട്ട് വിട്ടെ. ആരാ? അയൽ രാജ്യത്തുനിന്ന് സൈന്യം വന്നതാണോ? അയ്യോ, എത്ര നാളാ ഇങ്ങോട്ട് വന്നിട്ടല്ലേ? നമസ്കാരം സാർ. കേറുവാ. പെണ്ണെ, ഞാൻ ജീവിയൊന്നുമല്ല, നല്ല ഒന്നാന്തരം മനുഷ്യ സ്ത്രീയാ. ഇവിടെ മൊത്തത്തില് വട്ട. അതിന്റെ ഭാഗമായി ഇതും. നീ ഇവിടെ ഉണ്ടായിരുന്നോ? എപ്പ വന്നു? ഏതായാലും നന്നായി. നീ പോയി ഇവർക്ക് കുടിക്കാൻ ചായ എടുക്ക. ഇവക്കും ഈ തെണ്ടിക്ക് ഞാൻ ചായ എടുക്കാനോ? മോളെ, ഇവരെന്റെ ഗസ്റ്റുകളാ. വീട്ടിൽ വരുന്നവരോട് മര്യാദക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ മോന്തടിച്ച് പൊട്ടിക്കും ഞാൻ. ഇവനെന്നോട്ടാ ഇവിടുത്തെ ഗസ്റ്റായി തുടങ്ങിയത്?
കാലം മാറുന്നതനുസരിച്ച് മനുഷ്യന്റെ ബന്ധങ്ങളൊക്കെ മാറണ്ടടി. ഒരു കാലത്ത് നീ ഇവനെ ഇവിടെ വിളിച്ച് സൽക്കരിച്ചു, ഇപ്പൊ ഞാൻ ഇവനെ സൽക്കരിക്കും. അന്ന് നീ സ്റ്റോർ റൂമിൽ പൂട്ടിയിട്ടും പട്ടിക്കൂട്ടിലിട്ടും ഭക്ഷണം കൊടുത്ത കുട്ടിമണിക്ക് ഇന്ന് ഞാൻ ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ പോവാ. അങ്ങനെയാ, കാലം മാറുന്നതിനനുസരിച്ച് കോലവും മാറും, അതനുസരിച്ച് മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികളും മാറും, ഓരോരുത്തർക്ക് കിട്ടുന്ന പദവികളും മാറും. ഇപ്പോ നിന്റെ അമ്മയുടെ അവസ്ഥ എന്താ? ഭ്രാന്ത്. നിന്റെ അവസ്ഥയോ? അരവട്ട്.